ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്ജു ഡീറ്റെയിൽസ്. ഇന്ന് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഗാർഡനിലെ പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെ പറ്റിയും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല എങ്ങനെ പ്രമേഹത്തിനും അതായത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും സ്കിൻ ഹെൽത്തിന് ഇമ്മ്യൂണിറ്റിക്ക് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും നമുക്കൊന്ന് കാണാം. ഇത് നാട്ടിൽ സുലഭമായിട്ട് പാഷൻ ഫ്രൂട്ട് മിക്ക വീടുകളുടെ പറമ്പുകളിലും കാണും. ഇത് നമ്മുടെ ന്യൂസിലാൻഡിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിൻ്റെ തൈ വാങ്ങിച്ച് നട്ടതാണ്. അതിനുശേഷം ഫെൻസിലോട്ട് ചേർത്താണ് ഞങ്ങളിതിനെ പ്ലേസ് ചെയ്തത്. അതിനുശേഷം കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തു ഞങ്ങൾ. ഇതിങ്ങനെ താഴോട്ട് തൂക്കിയിട്ട് ആ ഫെൻസിൻ്റെ ആ ഒരു നെറ്റ് കൊടുത്തത് കൊണ്ടായിരിക്കണം നന്നായിട്ട് തന്നെ അത് കായ്ച്ചു വന്നു. നമ്മുടെ പഴമക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ താഴോട്ടിടുകയാണെങ്കിൽ നന്നായിട്ട് കുലച്ചു വരുമെന്ന്. അതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ മുകൾ വശം ചെത്തി അതിനുള്ളിലേക്ക് ഷുഗർ ഇട്ട് സ്പൂൺ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കഴിക്കുന്നതൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ പറമ്പിൽ ഒരു പാഷൻ ഫ്രൂട്ട് വെച്ച് പിടിപ്പിച്ചത്. അത് ഒരു കുട്ടിക്കാലത്തിൻ്റെ ഒരു ചെറിയ നെസ്റ്റാൾജിയാണ്. ഈ പാഷൻ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ പാഷൻ ഫ്രൂട്ട് നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ, സ്കിൻ ഹെൽത്തിന്, ഇമ്മ്യൂണിറ്റിക്ക്, ഉറക്കമില്ലായ്മ കുറയ്ക്കാനായിട്ട്, ഉത്കണ്ഠ, അതുപോലെ തന്നെ ഡിപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം, അതുപോലെ ബോൺ ഹെൽത്തിനൊക്കെ പാഷൻ ഫ്രൂട്ട് വളരെയധികം ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് പ്രമേഹത്തിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രമേഹത്തിന് ഇതിൻ്റെ തളിരിലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് തളിരില എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം തണുക്കാൻ വെക്കണം. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഇത് ട്രൈ ചെയ്യുക. അതുപോലെ ഡയബറ്റീസിൻ്റെ ലെവൽ എത്രയുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം മാത്രം, അതുപോലെ കൊളസ്ട്രോൾ എത്രയുണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ട്രൈ ചെയ്യാവുള്ളൂ. ഡയബറ്റീസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ വെള്ളം എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കണം. അതിനുശേഷം ഉച്ചയ്ക്ക് ഫുഡിന് മുമ്പായിട്ട്, ലഞ്ചിന് മുമ്പായിട്ട് ഒരു ഹാഫ് ഗ്ലാസ് കുടിക്കണം. അതുപോലെ തന്നെ നൈറ്റിൽ ഡിന്നറിന് മുമ്പായിട്ട് അടുത്ത ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി കുടിക്കണം. അങ്ങനെ ഒരു 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ആ ഒരു ദിവസം കുടിക്കണം. അതുപോലെ കൊളസ്ട്രോളിനാണെങ്കിൽ രാവിലെ അതായത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ ഒരു സ്പൂൺ നാരങ്ങാനീര് ചേർത്തതിന് ശേഷം, പിന്നെ നമ്മൾ സ്കിൻ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ വേണ്ടിയാണെങ്കിൽ ഒരു ഗ്ലാസ് ഈ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി ഇട്ടതിന് ശേഷം കുടിക്കുകയാണെങ്കിലും, അത് ഒന്നും ചേർക്കാതെ വെള്ളം മാത്രം കുടിച്ചാലും വളരെയധികം ഉപകാരമുള്ളതാണ്, വളരെയധികം യൂസ്ഫുള്ളാണ്. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. പാഷൻ ഫ്രൂട്ട് നമുക്ക് ജ്യൂസായിട്ട്, സ്ക്വാഷായിട്ട്, ജാമായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഒരു പാഷൻ ഫ്രൂട്ട് ഉള്ളത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടുത്ത വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.